ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു 5 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിൽ ഒരു 5 kVA സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പാനലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടോപ്പ് കോൺ ബൈഫേഷ്യൽ 590 വാട്ട്സിന്റെ 6 പുതിയ സോളാർ മോഡ്യൂൾസും മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ സോളാർ പാനൽസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വോൾട്ടേജ് മാച്ച് ആവുന്ന രീതിയിൽ അതിനെ കപ്പിൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഏകദേശം ഒരു 4500 വാട്ട്സോളം സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ പോലും ഒരു ആവറേജ് പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ സാധ്യമാവുന്നതാണ്. ഈ 5 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു 4 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഫുൾ ടൈം ബാക്കപ്പ് വേണ്ടിയവർക്കാണ്. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗവൺമെന്റ് പെർമിഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ സിസ്റ്റം വെക്കുന്നു, നമ്മൾ എന്ന് മുതൽ കമ്മീഷൻ ചെയ്യുന്നു അന്ന് മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. ഇങ്ങനെ 5 kVA സിസ്റ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലുള്ള കംപ്ലീറ്റ് ഉപകരണങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന പവർ കൂടിയ ഉപകരണങ്ങളായിട്ടുള്ള AC അല്ലെങ്കിൽ 1 HP മുകളിലുള്ള പമ്പുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, കെറ്റിൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വെയിലുള്ളപ്പോൾ അത്യാവശ്യം എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാം. രാത്രി സമയത്ത് എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ബാറ്ററിയുടെ ബാക്കപ്പ് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാറ്ററി പാക്കുകൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയത്ത് രാത്രിയിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഒരു 100% ലോഡുകൾ നമുക്ക് വളരെ മാനേജ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഫുൾ ടൈം ബാക്കപ്പോട് കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു 5 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെയിലി ആവറേജ് ഒരു 10 മുതൽ 16 യൂണിറ്റ് വരെയൊക്കെ പവർ കൺസംഷൻ ഉള്ള, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഉപയോഗം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലും കൂടുതൽ പാനലുകൾ കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 5 kVA തന്നെ കൂടുതൽ പാനൽ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എന്തായാലും ഈ വീട്ടിൽ ആവറേജ് ഒരു 10 യൂണിറ്റിന് മുകളിൽ ഉപയോഗം ഉണ്ടായിരുന്നു. വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ഗ്രിഡിൽ പോയില്ല, ഓഫ് ഗ്രിഡ് തന്നെ ചെയ്തു. ഓൾറെഡി ഇവരെ ഓഫ് ഗ്രിഡ് കുറച്ച് വർഷമായിട്ട് ഉപയോഗിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇവിടെ 4 ലെഡ് ആസിഡ് ബാറ്ററികൾ വർക്ക് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു 51.2 വോൾട്ട് 100Ah ലിഥിയം ബാറ്ററിയിലേക്ക്, അതായത് 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിഥിയം ബാറ്ററിയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ അതിനൊരു സോളാർ ഇൻവെർട്ടർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ കൃത്യമായിട്ടുള്ള സോളാർ പാനൽ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ വീട്ടിലെ പവർ സപ്ലൈ ഫുൾ ടൈം ബാക്കപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള 1 kVA മുതൽ നമുക്കൊരു 10 kVA വരെയുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്, ഹൈബ്രിഡ്, ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻസ് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ 6 പുതിയ ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളും പഴയ പോളിക്രിസ്റ്റൽ പാനൽസ് ഒരു 4 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വോൾട്ടേജ് മാച്ചാവുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് കേബിളിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വേഗം കണ്ടുപിടിക്കാനായിട്ടും വളരെ എളുപ്പമായിരിക്കും. ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷൻ ആണ്, അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമാണ്. വീട്ടിൽ ഫുൾ ടൈം ബാക്കപ്പ്, അതായത് എല്ലാ ഉപകരണങ്ങളിലും നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇൻവെർട്ടർ സൈഡിലേക്ക് പോയ ശേഷം കാണാം. ഈ തരത്തിലാണ് ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. UTL ബ്രാൻഡിംഗ് വരുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി പാക്കാണ്. 150Ah 4 ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഉപയോഗിക്കുന്ന സെയിം ബാക്കപ്പ് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതാണ്. 5 വർഷം വാറണ്ടിയാണ് കമ്പനി ഈ മോഡലിന് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 5 kVA സോളാർ PCU ആണ്. ഇത് ലിഥിയം കോമ്പാറ്റബിൾ ആണ്. ലെഡ് ആസിഡ് ബാറ്ററിക്ക് വേണമെങ്കിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 4000 വാട്ട്സിന് മുകളിൽ ലൈവ് ലോഡ് കപ്പാസിറ്റി ഉണ്ട്. 5500 വാട്ട്സോളം സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉള്ള ഒരു മോഡലാണ്. ഇവിടെ നമ്മൾ ഏകദേശം 4500 വാട്ട്സോളം സോളാർ പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലൈമറ്റിലും നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ, ബാറ്ററി ചാർജിങ്ങും പകൽ സമയത്ത് ഉപയോഗം ഈസി ആയിട്ട് നടന്നു പോകുന്നതാണ്. ഇവിടെ ബാറ്ററി പാക്കുകൾ പിന്നീട് വേണമെങ്കിൽ പാരൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ 5 യൂണിറ്റ് ആണ് സ്റ്റോറേജ് ഉള്ളത്. അത് 10 യൂണിറ്റ് ആയിട്ട് നമുക്ക് പിന്നീട് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഡിസ്പ്ലേ പാരാമീറ്ററുകളെല്ലാം മുൻപ് നമ്മൾ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 4 ലൈൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോളാർ PCUകൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മോഡലാണ് ആശാ പവറിന്റെ റോവർ എന്ന് പറയുന്ന 5 kVA മോഡൽ. 4 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഫുൾ ടൈം ബാക്കപ്പോടുകൂടി എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്. അത്തരത്തിലുള്ള നിരവധി ചെറുതും വലുതായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷനെ പറ്റി അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ പഴയ വീഡിയോകൾ വാച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇവിടെ 12 യൂണിറ്റ് മുതൽ 18 യൂണിറ്റ് വരെ ഡെയിലി പ്രൊഡക്ഷൻ കിട്ടാനുള്ള കപ്പാസിറ്റി പാനലിലുണ്ട്. നമ്മുടെ വീട്ടിലെ ഉപയോഗം അനുസരിച്ച് അത് വേരി ചെയ്യുന്നതാണ്. ഒരു വീട് ഫുള്ള് നമുക്ക് ബാക്കപ്പിൽ സോളാർ ഉപയോഗിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വലുതും ചെറുതായിട്ടുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും, അതുപോലെ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ സോളാർ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.